ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മധൂത്താണ്. കുക്കർ ചൂടായാൽ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് സ്പൈസ്, ഏലക്കായ, പട്ട, കരാമ്പൂവ്, ജീരകം, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഞാൻ അതിനകത്ത് ഒരു 10 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. സാധാരണ ആരും ചേർക്കുന്നത് കണ്ടിട്ടില്ല, പക്ഷെ ചെറിയ ഉള്ളി ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, ഞാൻ ഒരു 7 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല മിക്സ് ചെയ്ത ശേഷം 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് 1.5 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ്. അത് വേണ്ടവർക്ക് ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. പിന്നെ 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ മധുഹൂത്ത് മസാലയാണ്. ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകരുത്. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിടണം, ഉപ്പ് കൂടിപ്പോയാൽ ടേസ്റ്റ് മൊത്തത്തിലേ മാറിപ്പോകും. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടുള്ള 1.5 കിലോ ചിക്കൻ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ഉണങ്ങിയ നാരങ്ങയാണ്. ഈ നാരങ്ങ എപ്പോഴും ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കത്തി കൊണ്ട് ചെറിയൊരു ഹോളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എങ്കിലേ ആ നാരങ്ങക്കകത്തുള്ള അതിൻ്റെ നീര് ഈ ചോറിലേക്ക് ഇറങ്ങിയിട്ട് ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ചെറിയൊരു ഹോളാക്കി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആണ് കണക്ക്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ അളവൊന്നും നോക്കുന്നില്ല, കാരണം നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും അളവ് നോക്കിയിട്ട് മാത്രം ഒഴിക്കുക. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ അരിയുടെ 1 ഇഞ്ച് മേലേക്ക് മാത്രം വെള്ളം നിൽക്കാൻ പാടുള്ളൂ. ഇനി അരി ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് കോഴിയൊന്നും ഉടയാത്ത രീതിയിൽ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി, ഇനി തുറന്നു നോക്കാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്, മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്യാം. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക കമൻസിലൂടെ. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.